സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ഇസ്രായേലിൽ നടക്കുന്ന ആ യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വലിയ ആൾനാശവും വലിയ സംഭവങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം അതിനോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ ചിന്തിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും സെക്കരിയാ പ്രവചനം 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഈ അന്ത്യകാല യുദ്ധത്തിൽ യെരൂശലേമിനെതിരായിട്ട് ഭൂമിയിലെ സകല ജാതികളും കൂടി വരും. യെരൂശലേം എല്ലാവർക്കും ഒരു ഭാരമുള്ള കല്ലായി തീരും തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന രാജ്യങ്ങൾ പോലും സകല രാജ്യങ്ങളും അവർക്ക് പ്രതികൂലമാകും എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ അനുകൂലമാണെങ്കിലും അവരും ഭാവിയിൽ പ്രതികൂലമാകുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ UN പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ അവരുടെ യുദ്ധം നിർത്തൽ ചെയ്യുന്നില്ല. ആ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. വീണ്ടും അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധം ഒരു 3-ാം ലോകമഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കും എന്ന് നമുക്ക് പ്രവചന വെളിച്ചത്തിൽ കാണുവാനായിട്ട് കഴിയുകയാണ്. അഥവാ ഇതല്ലെങ്കിൽ തന്നെയും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒരു 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകും. നിശ്ചയമായിട്ടും ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് എതിരാകും. എന്നാൽ ഇസ്രായേലിനെ ദൈവം ഒറ്റയ്ക്ക് നിർത്തി യുദ്ധം ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും UN-ലും ഒക്കെ ഇസ്രായേൽ ശക്തമായി പറഞ്ഞ വാക്കുകളെല്ലാം നമുക്ക് അറിയാം. അതുപോലെ തന്നെ സുള്ളയുടെ ആ വലിയ തലവൻ പോലും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ കരമാർഗവും ഒക്കെ ഉള്ള യുദ്ധത്തിന് ഒപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ചുരുക്കി പറയട്ടെ, വളരെ വ്യക്തമായി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ഈ അന്ത്യനാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത് നാം മറന്നു പോകരുത്. ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനപ്രകാരം മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ ഈ യെരൂശലേം ഒരു ഭാരമുള്ള കല്ലായി തന്നെ എല്ലാവർക്കും തീർന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് ദൈവവചനം ചിന്തിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.